ഹായ് ഒരു ഏവർക്കും സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വെച്ച് റിട്ടയേർഡ് ബ്രിഗേഡിയർ വി കെ ജോഷി വെടിയേറ്റ് മരിക്കുകയുണ്ടായി. നമ്മുടെ ഒരു റിട്ടയർ സൈനികനും ഒരു ബ്രിഗേഡിയറുമായ വി കെ ജോഷി കുറച്ച് ചെറുപ്പക്കാരുടെ തമ്മിത്തല്ലിനിടയിൽ, ഗ്യാങ് വാറിനിടയിൽ അദ്ദേഹത്തിന് വെടിയേൽക്കുകയും മരണപ്പെടുകയാണ് ഉണ്ടായത്. നമുക്ക് ആ ന്യൂസ് ഒന്ന് ആദ്യം കണ്ടതിന് ശേഷം ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. देहरादून में एक रिटायर्ड ब्रिगेडियर की गोली लगने से मौत हो गई। जिस विवाद को लेकर यह गोली चली थी उससे ब्रिगेडियर का दूर दूर तक कोई लेना देना नहीं था। वो बस उस वक्त वहां से गुजर रहे थे। मामला उत्तराखंड की राजधानी देहरादून के जोहड़ी गांव का है। मसूरी रोड पर मालसी के पास 30 मार्च की सुबह करीब 6:50 पर दो कार गुजर रही थी। एक थी दिल्ली नंबर की फॉर्च्यूनर, दूसरी थी स्कॉर्पियो। इस पर कोई नंबर प्लेट नहीं थी। दोनों ड्राइवर्स में ओवरटेक को लेकर बहस हो गई। इसके बाद स्कॉर्पियो वाले ने फॉर्च्यूनर का पीछा करना शुरू कर दिया और रोकने के लिए टायर पर फायरिंग कर दी। उसी वक्त ब्रिगेडियर वी के जोशी वहां से गुजर रहे थे, जो कि मॉर्निंग वॉक पर निकले थे। फायरिंग के दौरान एक गोली उनके सीने में लग गई। उन्हें अस्पताल ले जाया गया, पर इलाज के दौरान उनकी मौत हो गई। आज तक से जुड़े अंकित शर्मा की रिपोर्ट बताती है। ഈ വാർത്തയ്ക്കനുസരിച്ച് 30 മാർച്ച് 2026 രാവിലെ 6:50 റിട്ടയർഡ് ബ്രിഗേഡിയർ വി കെ ജോഷി മോർണിംഗ് വാക്കിനായി 6:50 ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂണിലെ മസൂർ റോഡിലൂടെ പോവുകയായിരുന്നു. ആ സമയത്ത് രണ്ട് കാറുകൾ തമ്മിൽ ചേസ് നടക്കുകയാണ്. രണ്ട് കാറുകൾ തമ്മിൽ ചേസിന് എന്തിനെ പറ്റിയാണ്? അവർ ഓവർടേക്കിങ്ങിനെ പറ്റിയിട്ടാണ് ചേസ്. അവർ തമ്മിലൊരു തർക്കമുണ്ടായി. അതിനെ ചൊല്ലി ഒരു കാർ ഫോർച്യൂണർ ആണ്, ആ വൈറ്റ് കാർ. ആ കാറിനെ ഫോളോ ചെയ്യുന്നത് ഒരു ബ്ലാക്ക് സ്കോർപിയോ, വൈറ്റ് ഫോർച്യൂണർ ദില്ലി രജിസ്ട്രേഷൻ ആണ് അതിനെ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ഇവരുടെ കാർ ചേസിങ്ങിനിടയിൽ ബ്ലാക്ക് സ്കോർപിയോയിൽ നിന്നും മുന്നിലത്തെ കാറിനെ നിർത്താൻ വേണ്ടിയിട്ട് അതിൽ നിന്നും വെടി ഉതിർക്കുകയാണ്, അതിന്റെ ടയറിലോട്ട് വെടി ഉതിർക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അതിലും വഴി പോവുകയായിരുന്ന റിട്ടയർഡ് ബ്രിഗേഡിയർ വി കെ ജോഷിയുടെ നെഞ്ചിൽ വെടിയുണ്ട കൊള്ളുകയും അദ്ദേഹത്തിന് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റി. പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ഇത് ന്യൂസ് റിപ്പോർട്ടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു റിട്ടയർഡ് ബ്രിഗേഡിയറിന്റെ അവസ്ഥ ഇതാണ്. നമ്മുടെ സാധാരണ ഒരു പബ്ലിക്കിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെപ്പോലെയുള്ള സാധാരണ റിട്ടയർഡ് ആയിട്ടുള്ള സോൾജേഴ്സിന്റെ ജീവൻ ഇത്രയും വിലയുള്ളൂ? നമ്മൾ ഇതിനകത്ത് പ്രതികരിക്കണോ വേണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേപോലുള്ള അഴിഞ്ഞാടുന്ന സമൂഹം നമുക്ക് ആവശ്യമാണോ? എന്താണ് ഇവിടെ നടക്കുന്ന തെറ്റ്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ശരിയാകാം, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് ചാനൽ കാണിക്കുന്നത് വേറൊന്നാകാം. പക്ഷേ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഉത്തരാഖണ്ഡ് പോലീസ് ഈ കേസിൽ ഒരു ട്വിസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതിലെ പ്രതികളെ പിടിക്കാനായിട്ട് കുറച്ച് ആളുകളെ പിടിക്കാനായിട്ട് കുറച്ച് ആളുകൾ പിടിക്കാനും പറ്റിയിട്ടില്ല. പക്ഷെ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണ് നമുക്ക് അവരെ തന്നെ ന്യൂസ് ചാനലിലെ റിപ്പോർട്ടിലൂടെ നോക്കി മനസ്സിലാക്കാം. देहरादून में एक रिटायर्ड ब्रिगेडियर को गोली मार दी गई, जिससे उनकी मौत हो गई। मामला जोहड़ी गांव का है। 30 मार्च की सुबह 74 साल के वी के जोशी सुबह की सैर पर निकले थे, तभी ये हादसा हुआ। पहले कहा जा रहा था कि ये रोड रेज का मामला है, लेकिन पुलिस की जांच में मामला कुछ और ही निकला। पुलिस के मुताबिक एक रात पहले एक बार में कुछ लड़कों और बार स्टाफ के बीच बिल को लेकर झगड़ा हुआ था। बात इतनी बढ़ गई कि बार स्टाफ ने दूसरी पार्टी की स्कॉर्पियो गाड़ी का पीछे का शीशा तोड़ दिया। अगले दिन सुबह जब बार स्टाफ फॉर्च्यूनर गाड़ी में जा रहे थे, तो दूसरी तरफ के लोग अपनी गाड़ी से उनका पीछा करने लगे। फिर क्या, गाड़ी रोकने की कोशिश में दोनों तरफ से फायरिंग शुरू हो गई। इसी फायरिंग के दौरान एक गोली रिटायर्ड ब्रिगेडियर मुकेश कुमार जोशी को जा लगी, जिससे उनकी मौत हो गई। फायरिंग के बाद जो फॉर्च्यूनर गाड़ी थी वो कंट्रोल खो बैठी और एक पेड़ से टकरा गई। इसके बाद पीछा कर रहे लड़कों ने बार स्टाफ के लोगों के साथ मारपीट भी की। इस पूरे मामले में 2 लोग घायल हुए, जिन्हें उनके साथी अस्पताल लेकर गए। वहीं हमला करने वाले कुछ लोग वहां से भाग गए। പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസം നടന്നത് ഒരു റോഡ് റേജ് എന്നാണ്. എന്നാൽ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 29-ാം തീയതി രാത്രി കുറച്ച് ചെറുപ്പക്കാർ ഡെറാഡൂണിലെ ഒരു ബാറിൽ പോയി മദ്യപിക്കുകയും മദ്യപത്തിന് ശേഷം ബില്ല് കൊടുക്കുന്നതിൽ തമ്മിൽ ചെറിയ തർക്കമുണ്ടാകുകയാണ് ചെയ്തത്. ആ തർക്കത്തിനൊടുവിൽ ഇവർ തമ്മിൽ, ബാറിലെ സ്റ്റാഫും ആ ചെറുപ്പക്കാരും തമ്മിൽ ബില്ലിനെ ചൊല്ലി വഴക്കാവുകയും ബാറിലെ സ്റ്റാഫ് ഈ ചെറുപ്പക്കാരന്റെ ബ്ലാക്ക് സ്കോർപിയോയുടെ പിറകിലത്തെ ചില തല്ലിപ്പൊട്ടിക്കുകയുമാണ് ചെയ്തത്. ഇതിൽ ദേഷ്യപ്പെട്ട ഈ ചെറുപ്പക്കാർ അവിടെ നിന്ന് പോവുകയും അടുത്ത ദിവസം, അതായത് 30-ാം തീയതി രാവിലെ ബാറിൽ വൈറ്റ്
ഫോർച്യൂണറിൽ ഫയർ ചെയ്യുകയും ചെയ്തത്, വെടിയുതിർക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് നിർഭാഗ്യവശാൽ റിട്ടയേർഡ് ബ്രിഗേഡിയർ VK ജോഷി ആ സമയത്ത് അതിലൂടെ പോവുകയായിരുന്നു. അതിൽ നിന്ന് ഒരു വെടിയുണ്ട ബ്രിഗേഡിയറിന്റെ നെഞ്ചിൽ പതിക്കുകയും അദ്ദേഹത്തിന് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം ആ വൈറ്റ് ഫോർച്യൂണർ തൊട്ടടുത്തുള്ള മരത്തിൽ പോയി ഇടിക്കുകയും അതിന്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും അതിനകത്തുള്ള ചെറുപ്പക്കാർക്ക് പരിക്ക് പറ്റുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ജനത ഒരു റിട്ടയർഡ് പട്ടാളക്കാരനെ നമ്മുടെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു റിട്ടയർഡ് പട്ടാളക്കാരന്റെ ജീവൻ എടുത്തത്. അപ്പൊ ഇത് തെറ്റാണോ? നിങ്ങൾ പറയൂ, ഇത് തെറ്റാണോ, ഇത് ശരിയാണോ? നമ്മുടെ ഈ ജനതയെ എങ്ങനെ ചേഞ്ച് ചെയ്യണം, അല്ലെ എന്താണ് നമ്മൾ ഇതിനകത്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിട്ടയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സർവീസ് ആയിട്ടുള്ള പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾക്കുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണോ? ഗവൺമെന്റിനെ ഇതെങ്ങനെ അറിയിക്കാം? നമുക്കിതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് രേഖപ്പെടുത്താം. അതിനൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ പോരായ്മ എന്താണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ എന്ത് അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതൊരു പുതിയൊരു ചാനലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.